ഇത് ഇന്നത്തെ വിളവെടുപ്പാണ്. കുറേ ഉണ്ട് കേട്ടോ. അതിപ്പം അകത്തിരിപ്പുണ്ട്. ഇത് നമ്മുടെ പറമ്പിലെ പുറത്തിച്ചക്കയാണ് കേട്ടോ. ഞങ്ങളിവിടെ പുറത്തിച്ചക്ക എന്നാണ് പറയാറ്. പല നാട്ടിലും പല പേരാണ്. അപ്പം നമ്മുടെ പുൽകൃഷിയുടെ കൂടെ തന്നെ സൈഡായിട്ട് ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ നല്ല ഫ്രൂട്ട്സാണ് കേട്ടോ. നല്ല എന്ന് വെച്ചാൽ ഞങ്ങൾ വേറെ വിഷാംശമായിട്ടുള്ള ഒരു കെമിക്കലും ഞങ്ങൾ ചേർക്കണില്ല. ഇതെല്ലാം പിന്നെ നല്ല എന്ന് വെച്ചാൽ ശരീരത്തിന് കഴിച്ചു കഴിഞ്ഞാൽ നല്ല ആരോഗ്യവും ഗുണവും ഉള്ള ഫ്രൂട്ട്സാണ്. അപ്പം ഇന്ന് എൻ്റെ മോൻ്റെ കോളേജിൽ നിന്ന് കുറച്ച് പയ്യന്മാരിൽ നിന്ന് വരും എന്ന് പറഞ്ഞിട്ടുണ്ട് കൂട്ടുകാർ. അപ്പം അവരിപ്പോൾ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അവർക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് അവരുടെ അഭിപ്രായം നമുക്കൊന്ന് ചോദിക്കാം. ഓക്കെ, ഞാൻ കൊണ്ടുപോയി കട്ട് ചെയ്തിട്ട് വരാം. വരുന്നുണ്ട്. കയറുവാ കയറുവാ. കഴിക്ക് 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 കഴിക്ക്. നീ കൂടെ പോയി എടുത്ത് കഴി. എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട്? ഇത് നമ്മുടെ വീട്ടിലെയാണ്, നമ്മുടെ വയലിലെയാണ് കേട്ടോ. ഇത് പിന്നെ വേറെ വിഷാംശം ഒന്നും ചേർക്കാതെ നമ്മൾ നാച്ചുറലായിട്ട് കൃഷി ചെയ്തെടുത്തതാണ്. നിങ്ങളുടെ വീട്ടിലും ഓരോന്ന് ചെയ്യണം. സിറ്റിയിലൊക്കെ അല്ലേ ഓരോ എന്ന് വെച്ചാൽ ചാക്കിൽ മണ്ണ് വെച്ചിട്ടായാലും ഒരു ചാക്കിൽ മണ്ണ് വെച്ചിട്ടായാലും നമുക്കത് ചെയ്യാം, ഒരു കൃഷി ചെയ്യാം. പക്ഷേ ഇതൊന്നും വേസ്റ്റ് അല്ല കേട്ടോ. ഇതിൻ്റെ ഈ പിന്നെ തൊലി നമ്മുടെ രാമുവിന് കൊടുക്കും. നമ്മുടെ ഫാമിലെ രാമു നല്ല തിന്നും. പിന്നെ എന്നിട്ട് ഇതിൻ്റെ തണ്ട് ഇലയുണ്ടല്ലോ, അത് നമ്മൾ കട്ട് ചെയ്ത് പശുക്കൾക്ക് കൊടുക്കും. മെഷീനിൽ കട്ട് ചെയ്ത് പശുക്കൾക്ക് കൊടുക്കും. കൊള്ളാമോ? ഇനി വേണോ? ഇനിയുണ്ട്. ഇത് ഇന്നത്തെ വിളവെടുപ്പാണ്. ഒരുപാടുണ്ട് നമുക്ക്. ഇത് നമ്മുടെ വീട്ടാവശ്യത്തിന് മാത്രമാണ് കേട്ടോ, നമുക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. നമ്മളിത് പുറത്ത് കൊടുക്കാറില്ല. നമ്മുടെ വീട്ടിലെ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായല്ല? നന്നായിട്ടുണ്ടല്ലേ? ശരി, എന്നാൽ ഒരു കാര്യം ചെയ്യണം. നിങ്ങൾ പഠിത്തത്തിൻ്റെ ഇടയ്ക്ക് തന്നെ നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും കൃഷി ചെയ്യണം കേട്ടോ. വെറുതെ ഇരിക്കരുത്, എന്തെങ്കിലുമായിട്ട് കൃഷി ചെയ്തോളണം. ഓക്കെ, ശരി എന്നാൽ.